നമസ്കാരം. വിജ്ഞാന ചൂടാമണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹോബി അഥവാ വിനോദങ്ങളുടെ രാജാവായ ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് 2 ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്. എന്താണ് ഹോബി അഥവാ വിനോദം? ഒഴിവു സമയങ്ങൾ ഉപയോഗപ്പെടുത്തി ചെയ്യുന്ന ആനന്ദം, അറിവ്, ഒരേ താല്പര്യങ്ങളുള്ളവരുമായുള്ള സൗഹൃദം, നേരം പോക്ക് എന്നിവയും പലപ്പോഴും മിതമായ സാമ്പത്തിക ലാഭവും നൽകുന്ന പ്രവർത്തനങ്ങളാണ് ഹോബീസ് അഥവാ വിനോദങ്ങൾ. വായന, എഴുത്ത്, നൃത്തം, സംഗീതം, യാത്ര, ട്രെക്കിംഗ്, സൈക്ലിംഗ്, ചിത്രരചന, സ്റ്റാമ്പ്, നാണയം തുടങ്ങിയവയുടെ ശേഖരണം, പാചകം, പൂന്തോട്ട പരിപാലനം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, തയ്യൽ, എംബ്രോയിഡറി, വിവിധ ഇനം കളികൾ, മത്സ്യബന്ധനം, ഫോട്ടോഗ്രഫി, റോളർ സ്കേറ്റിംഗ്, നീന്തൽ, നടത്തം എന്നിവയാണ് പ്രധാന വിനോദങ്ങളിൽ ചിലത്. ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിനോദമാണ് ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണം. കുട്ടികളുടെയും രാജാക്കന്മാരുടെയും വിനോദമെന്നും ഇതറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലെ പണ്ഡിതനായ സർ റോളണ്ട് ഹിൽ ആണ് ഈ വിനോദത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത്. ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെന്നി ബ്ലാക്ക് 1840 മെയ് 1 പുറത്തിറക്കിയത് ഇംഗ്ലണ്ടാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ന്യൂയോർക്കിലെ ഒരു സ്വകാര്യ ഏജൻസിയും 1847 ജൂലൈ 1 5 സെൻറ്റ് മൂല്യമുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ചിത്രവും 10 സെൻറ്റ് മൂല്യമുള്ള ജോർജ് വാഷിങ്ടൻ്റെ ചിത്രവുമുള്ള സ്റ്റാമ്പുകൾ അമേരിക്കയും പുറത്തിറക്കി. തുടർന്ന് ബ്രസീൽ, സൂറിച്ച്, ജനീവ എന്നീ രാജ്യങ്ങളും സ്റ്റാമ്പുകൾ ഉപയോഗിച്ചു തുടങ്ങി. 1852 ഇന്ത്യയിൽ പോസ്റ്റൽ സ്റ്റാമ്പുകളുടെ ഉപയോഗം ആരംഭിക്കുന്നത്. വർണ്ണാഭമായ ഈ ചെറിയ കടലാസു തുണ്ടുകളുടെ ശേഖരണം എന്നത് മാറി 1850 ആയതോടെ വിവിധ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ ശേഖരിക്കുന്ന ഈ വിനോദം വ്യവസ്ഥാപിതമായി. സ്റ്റാമ്പുകളുടെ മൂല്യം കൂട്ടുന്നത് അതിൻ്റെ വിരളതയും ആവശ്യകതയും നല്ല അവസ്ഥയുമാണ്. അച്ചടിത്തെറ്റുകൾ വന്ന സ്റ്റാമ്പുകൾക്ക് മൂല്യം കൂടാറുണ്ട്. അതിന് മികച്ച ഉദാഹരണമാണ് 1847 പുറത്തിറങ്ങിയ 1 പെന്നി മൂല്യമുള്ള പോസ്റ്റ് പെയ്ഡ് എന്നതിനു പകരം പോസ്റ്റ് ഓഫീസ് എന്ന് തെറ്റായച്ചടിച്ച മൗറീഷ്യസ് സ്റ്റാമ്പ്. ഫിലാറ്റലി അഥവാ സ്റ്റാമ്പ് ശേഖരണം വളരുകയും ഈ വിഷയത്തിൽ ഗവേഷണം വരെ നടക്കുകയും ഫിലാറ്റലിക് ലൈബ്രറികളും ക്ലബ്ബുകളും മ്യൂസിയങ്ങളും തുറക്കപ്പെടുന്ന രീതിയിലേക്ക് വളർന്നു വരികയുമുണ്ടായി. സ്റ്റാമ്പുകളുടെ പ്രദർശനവും വിൽപ്പനയും പ്രസിദ്ധീകരണങ്ങളും ഈ വിനോദം ജനകീയമായതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇന്ത്യയിലും ചൈനയിലും ഈ മേഖലയിൽ ഗണ്യമായ തുക ജനങ്ങൾ മുതൽ മുടക്കി വരുന്നു. ഇനി വിവിധ തരം സ്റ്റാമ്പുകളെക്കുറിച്ചറിയാം. 1. ഡെഫിനിറ്റീവ് സ്റ്റാമ്പ്സ്. വിവിധ രാജ്യങ്ങളിൽ സ്ഥിരമായി ഉപയോഗത്തിലുള്ള വിവിധ മൂല്യങ്ങളുള്ള സ്റ്റാമ്പുകൾ. കമ്മമറേറ്റീവ് സ്റ്റാമ്പ്സ്. വിവിധ സംഭവങ്ങളുടെയും വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും വിശേഷാവസരങ്ങളുടെയും സ്മരണയ്ക്കായി ഇറക്കുന്ന സ്റ്റാമ്പുകൾ. സ്പെഷ്യൽ സ്റ്റാമ്പ്സ്. ചില പ്രത്യേക അവസരങ്ങളിൽ പുറത്തിറക്കുന്ന സവിശേഷ സ്റ്റാമ്പുകൾ. തിമാറ്റിക് സ്റ്റാമ്പ്സ്. ചില പ്രതിപാദ്യ വിഷയങ്ങൾ ആധാരമാക്കി ഇറക്കുന്ന സ്റ്റാമ്പുകൾ. പോസ്റ്റൽ സ്റ്റാമ്പുകൾക്ക് പുറമെ റവന്യൂ സ്റ്റാമ്പുകൾ, കോർട്ട് ഫീ സ്റ്റാമ്പുകൾ, പോസ്റ്റൽ സ്റ്റേഷനറി എന്നിവയുടെ ശേഖരണവും സ്റ്റാമ്പ് ശേഖരണത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നവയാണ്. ഫിലാറ്റലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ. ജയ് ഹിന്ദ്.